പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. നേരിയ നിലാവുള്ള രാത്രി. ജനാലയിൽ പിടിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് ലൈലമോൾ. മേഘക്കീറിനെ നോക്കി അത് തൻ്റെ ആനക്കല്ലാണെന്ന് സങ്കല്പിക്കാനൊരു ശ്രമം നടത്തി. മനസ്സ് മുഴുവൻ വീടിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഉപ്പക്ക് പുറകിലായി അനിയത്തിയും യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ ശരിക്കും വിങ്ങിപ്പൊട്ടി. മുനീറ, ഉപ്പയെ നല്ലോണം നോക്കണം. അതൊക്കെ പ്രത്യേകം പറയണോ? എൻ്റെ ഇത്ത, ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കാര്യമൊക്കെ ഞങ്ങൾ നോക്കും. ഇത്ത് സമാധാനമായിരിക്കും. അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു. യാത്ര പറഞ്ഞു പോയപ്പോൾ മനസ്സിലൊരു വിങ്ങൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ കാര്യം നോക്കാൻ ഇനി ഉമ്മ ഒറ്റക്കാവും. കാലത്ത് 8 മണിക്ക് ബെല്ലടിക്കുന്നു. 4 കിലോമീറ്റർ അകലെയുള്ള അവളുടെ സ്കൂൾ കൃത്യസമയത്ത് എത്തണമെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം. ഒന്ന് എണീറ്റ് കിട്ടാനുള്ള പാട്. വല്ലാത്ത മടിയെത്തിയാണ്. അടിയും കുത്തും കിട്ടാതെ എഴുന്നേൽക്കില്ല. പാപം, എത്ര അടി എന്നോട് വാങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ മിക്കപ്പോഴും എന്നോട് പിണങ്ങിയിട്ടാണ് പോകുക. എന്നാലും സ്കൂൾ വിട്ടു വന്നാൽ അവൾക്കാദ്യം കാണേണ്ടത് എന്നെ തന്നെ. ഉപ്പയ്ക്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് നിർബന്ധം. കാലത്ത് 5-ന് എണീക്കും. ഒതുയെടുത്ത് വരുമ്പോൾ കട്ടൻ ചായ കിട്ടണം. നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ. 5-6 കൊല്ലമായി ഇത് താനാണ് ചെയ്യുന്നത്. ഉമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി സ്വയം ഏറ്റെടുത്തതാണ്. ഇനിയിപ്പോൾ ആ ജോലി ഉമ്മ തന്നെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിക്കേണ്ട സമയമാണോ ഇത്? അവൾ കിടപ്പറയിലേക്ക് നോക്കി. മുല്ലപ്പൂവ് കൊണ്ട് അലങ്കരിച്ച കട്ടിൽ, തോരണങ്ങൾ, മങ്ങിയ വെളിച്ചം, വിതറുന്ന സീറോ ബൾബ്. അവൾക്ക് വെപ്രാളം. ആളിനിയും എത്തിയിട്ടില്ല. ആരൊക്കെയോ ചേർന്ന് പാൽ ഗ്ലാസ് കയ്യിൽ തന്ന് മുറിയിലേക്ക് ആക്കുമ്പോൾ എന്തോ തമാശ പറഞ്ഞിരുന്നു. അവർ തന്നെ ചിരിക്കുകയും ചെയ്തു. ക്ലോക്കിൽ 11 അടിച്ചു. ഒന്ന് കിടന്നാലോ? അത്രയ്ക്കും ക്ഷീണമുണ്ട്. നേരിയ വിശപ്പും. ചോറും ഇറച്ചിയും അവരുടെ ഉമ്മ ആവോളം ഇട്ടു തന്നതാണ്. തിന്നാൻ തോന്നിയില്ല. ഒരു തരം മടുപ്പ്. ഒരുപക്ഷെ പുതുനാരി ആയതുകൊണ്ടാവാം. ഇതൊക്കെയാണോ നാണവും ലജ്ജയും? വിശന്നാൽ ഉറങ്ങാൻ കഴിയാത്ത പ്രകൃതമാണ്. ഇനി എങ്ങനെയാണ് നേരം വെളുപ്പിക്കുക? എങ്ങനെയെങ്കിലും വെളുപ്പിക്കാമായിരുന്നു. അതിന് അയാളൊന്ന് വന്നു കിട്ടണ്ടേ? വരുന്നതിന് മുമ്പ് കിടന്നാൽ എന്തു തോന്നും? സ്നേഹമില്ലാത്തവൾ, ക്ഷമയില്ലാത്തവൾ, ഭർത്താവിനെ കാണാൻ ആശയില്ലാത്തവൾ എന്നൊക്കെ കരുതിയാലോ? മുല്ലപ്പൂവിൻ്റെ മണം മൂക്കിൽ അടിച്ചു കയറിയപ്പോൾ ബാല്യകാലത്തിൻ്റെ ഓർമ്മ. പുഴക്കരയിലെ മുല്ലമരം. രാവിലെ തന്നെ പൂ പറിക്കാൻ പോയതാണ്. അപ്പോഴുണ്ട്. ഇലക്കുമ്പിളിൽ മുല്ലപ്പൂ നിറച്ച് മുനീറ വരുന്നു. ദേഷ്യം തോന്നി. മുനി, ആ പൂക്കളിങ്ങ് തരൂ, എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചില്ല. മറികടന്ന് ഒരോട്ടം. വാശിയായി. പിന്നാലെ ഓടി. വീട്ടിലേക്ക് കയറാനുള്ള തത്രപ്പാടിൽ കാൽ തട്ടി അവൾ വീണു. നെറ്റിയിൽ നിന്ന് ചോരയുടെ പൂക്കുറ്റി. ആകെ കരച്ചിൽ, ബഹളം. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. തിരിച്ചു വന്ന് ഉപ്പ എന്നെ റൂമിലേക്ക് വിളിച്ചു. ഉപ്പയുടെ കയ്യിൽ എനിക്കുള്ള സമ്മാനമുണ്ടായിരുന്നു. നല്ല ചൂരൽ വടി. ചന്തിക്കു താഴെ അന്ന് വീണ അടികൾക്കു കണക്കില്ല. പിന്നെ രാത്രിയിൽ തൻ്റെ പായിൽ വന്ന് കാലൊഴിഞ്ഞ് കണ്ണീർ വാർത്ത ഉപ്പ. ആ ഉപ്പ ഇന്നു തനിക്ക് വേണ്ടി ഉറക്കമില്ലാതെ ജീവിക്കുകയാണ്. ആധാരം പോലും പണയപ്പെടുത്തി മാനം കാത്തിരിക്കുകയാണ്. എത്ര നാളാണ് ഉപ്പാക്ക് പിടിച്ചു നിൽക്കാനാകുക? നീ കാത്തുകൊള്ളണേ റബ്ബേ. വാതിൽ അനങ്ങുന്ന ശബ്ദം. സുബൈർ. ഐ ആം സോറി ലൈലു, അല്പം ലേറ്റായി. വെരി വെരി സോറി. അയാൾ വാതിലടച്ചുകൊണ്ട് പറഞ്ഞു. സംസാരത്തിലൊരു പതർച്ചയുണ്ടോ എന്ന് ലൈലമോൾക്ക് തോന്നി. ഇല്ല, വെറും തോന്നലായിരിക്കും. ഓ, നീ ഇതുവരെ കിടന്നില്ലല്ലേ? ഞാനെന്തൊരു മനുഷ്യനാണ്. അയാൾ അവളുടെ കൈപ്പിടിച്ച് ബെഡിലിരുത്തി. ലൈലമോൾ തല കുനിച്ചാണിരുന്നതെങ്കിലും പെടുന്നനെ അവളുടെ
മൂക്കു വിടർന്നു. തല ചുറ്റുന്ന ഒരു മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതായി തോന്നി. അവൾ മെല്ലെ തല ഉയർത്തി. അയാൾ പാൽ ഗ്ലാസ് നീട്ടി. ഇതാ, ഇത് കുടിക്ക്. നമ്മുടെ ഫസ്റ്റ് നൈറ്റിലെ ഔപചാരികത ഒന്നും കളയണ്ട. അവൾ അനങ്ങിയില്ല. അടുത്ത ശ്വാസത്തിൽ അവൾ പറഞ്ഞു, ഓ, ഐ ആം റിയലി സോറി. ഞാനാണല്ലോ അത് തുടങ്ങേണ്ടത്. അവൾക്ക് അറപ്പ് തോന്നാൻ തുടങ്ങിയിരുന്നു. മുറിയിലാകെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. തൻ്റെ ഭർത്താവിന് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. നല്ല കച്ചവടക്കാരൻ, ബിരുദധാരി, ഒരു കുടുംബത്തിൻ്റെ അത്താണി, സാമൂഹ്യ പ്രവർത്തകൻ, ഇതൊക്കെയാണ് താൻ അറിഞ്ഞത്. അവളപ്പോൾ ഓർത്തത് ബ്രോക്കറെക്കുറിച്ചായിരുന്നു. ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള ബ്രോക്കർ ബീരാൻ. ഉപ്പയെ പറഞ്ഞു പറ്റിച്ച പഹയൻ. എന്നെ കൊണ്ടിട്ടത് ഈ കള്ളുകുടിയൻ്റെ മുമ്പിലേക്കാണല്ലോ. ഇതെങ്ങാനും എൻ്റെ ഉപ്പ അറിഞ്ഞാൽ അവർ ഹൃദയം പൊട്ടി മരിക്കും. പകുതി കുടിച്ച പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പഠിച്ചു വെച്ച പോലെ സുബൈർ പറഞ്ഞു, ദേ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, എന്നാ കുടിക്ക്. നേരം ഒരുപാടായി എൻ്റെ ലൈലു എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആ നാവ് കൊണ്ട് എൻ്റെ പേര് ഉച്ചരിക്കണ്ട. അയാൾ ചേർന്നിരുന്നപ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം രൂക്ഷമായി. അവൾക്ക് മനം പുരട്ടുന്നത് പോലെ തോന്നി. നീ എന്താ മിണ്ടാതിരിക്കണേ? ഇത്ര നാണിക്കാനുണ്ടോ? അതും ഇപ്പോഴത്തെ കാലത്ത്. എന്നാ കുടിമോളെ. നിർബന്ധിച്ച് ഗ്ലാസ് പിടിപ്പിച്ചപ്പോൾ അവൾ തല ഉയർത്താതെ ഗ്ലാസ്സിലേക്ക് നോക്കി. അതിൽ നിറച്ചും കള്ളാണെന്ന് അവൾക്ക് തോന്നൽ. കള്ളിൻ്റെ മണം അവൾക്കൊന്നും അലർജിയാണ്. കള്ള് ചെത്തുകാരൻ വാസു പടിക്കൽ കൂടി കടന്നു പോകുമ്പോൾ തന്നെ അവൾക്ക് മനം പുരട്ടലും. അത് കാണുമ്പോൾ വാസു പറയാറുണ്ട്, പെണ്ണെ, ഇങ്ങനെ മൂക്ക് പൊത്തി അവസാനം ഒരു കള്ളുകുടിയനെ മാപ്പിളയായിട്ട് കിട്ടിയാൽ എന്താ ചെയ്യുക? പ്രതികരിക്കാൻ നിൽക്കാതെ ചിരിക്കൊട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ ഹഹാ എന്ന് ചിരിച്ചുകൊണ്ട് വാസു പറയും, അന്ന് ഈയും കുടിക്കുമ്പോളെ 1-2 വട്ടം അകത്ത് ചെന്നാൽ ഇത് തേനാണ്, തേന്, ഹഹാ. വാസുവിൻ്റെ പ്രവചനം ശരിയായിരിക്കുകയാണോ? പാൽ ഗ്ലാസ്സിലേക്ക് അവൾ തുറച്ചു നോക്കി. കുടിക്കടെ നീ, സമയം പോണത് കണ്ടില്ലേ? ഇത് വെറുതെ കളയേണ്ട സമയമാണോ? അയാൾ നാക്കിട്ടടിക്കുകയാണ്. വീണ്ടും മദ്യത്തിൻ്റെ ഗന്ധം. തൻ്റെ ഗ്ലാസ്സിൽ കള്ളിൻ്റെ നുര പൊന്തുന്നതായി അവൾക്ക് തോന്നി. പെടുന്നനെ മനം പുരട്ടൽ വർദ്ധിച്ചു. ഛർദ്ദിക്കുമെന്ന് തോന്നി. മായ പൊത്തിപ്പിടിച്ച് അവൾ വാഷ് ബസിൻ്റെ ഭാഗത്തേക്ക് ഓടി. കൊടുന്നനെ ഛർദ്ദിച്ചപ്പോൾ വല്ലാത്ത ക്ഷീണം. അയാൾ പുറകിലെത്തിയിരുന്നു. ആരെങ്കിലും വിളിക്കണോ എന്ന് ചോദിച്ചു. അവൾ പ്രതികരിച്ചില്ല. വാഷ് ബസിൽ വെള്ളം ഒഴിച്ചു. അവൾ ബെഡിൽ വന്നു കിടന്നു, വാഴ വെട്ടിയിട്ട പോലെ. അയാൾ അടുത്തു വന്നിരുന്നു. പിന്നെ ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? എന്താണേലും എന്നോട് പറ. മൗനം. അല്പം കഴിഞ്ഞ് അവളെ കുലുക്കിക്കൊണ്ട് വീണ്ടും അയാൾ ചോദ്യം ആവർത്തിച്ചു. അവൾ എഴുന്നേറ്റിരുന്നു. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടുത്തിരുന്നു. തൊട്ടുപോകരുതെന്നെ, നിങ്ങൾ കുടിയനാണ്, കള്ളുകുടിയൻ. അതൊരു ഗർജനമായിരുന്നു. അവൾ കരഞ്ഞു. ഏങ്ങിയുള്ള കരച്ചിൽ. സുബൈർ വല്ലാത്തൊരവസ്ഥയിലായി. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനു വേണ്ടിയായിരുന്നു ഇത്? എന്തിനാണ് എന്നെ പറ്റിച്ചത്? എൻ്റെ ഉപ്പയുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും? അവൾ തുടർന്നു, വെറുപ്പാണ് എനിക്ക് കുടിയന്മാരോട്. എനിക്കവരെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളെയും എനിക്ക് ഇഷ്ടപ്പെടാൻ വയ്യ. വെറുപ്പാണ് എനിക്ക്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. പുറത്ത് ഇടിയും മഴയും തിമിർത്തു പെയ്യുകയായിരുന്നു.